ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിന്റെ സിനിമാ വാർത്തകളിലേക്ക് സ്വാഗതം. നടുപ്പിൻ നായകൻ സൂര്യ പ്രധാന വേഷത്തിലെത്തിയ കറുപ്പ് 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ 150 കോടി കടന്നിരിക്കുകയാണ്. സൂര്യയുടെ കരിയറിൽ 13 വർഷത്തിന് ശേഷമാണ് കറുപ്പിലൂടെ ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിക്കുന്നത്. തമിഴകത്തെ മുൻനിര നായകന്മാരുടെ ആരുടെയും ചിത്രങ്ങൾ തന്നെ വിജയിക്കാത്ത ഒരു അവസ്ഥ തുടരുമ്പോഴാണ് 2013 സിംഗം 2 ശേഷം സൂര്യയുടെ വൻ തിരിച്ചുവരവ്. 2 പതിറ്റാണ്ടിന് ശേഷം സൂര്യയും തൃശ്ശിയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 140 കോടി രൂപയാണ്. RJ ബാലാജി സംവിധാനം ചെയ്ത ഈ സിനിമ അടുത്ത് തന്നെ 200 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി ജീത്തു ജോസഫ് അണിയിച്ചൊരുക്കുന്ന ഒരു മാസ് ക്രൈം ത്രില്ലർ മൂവിയാണല്ലോ ദൃശ്യം 3. ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 50 കോടി മുതൽ 100 കോടി വരെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം പ്രീസികളിലൂടെ 3 കോടിയിലധികം നേടിക്കഴിഞ്ഞ ഈ ചിത്രത്തിന് മുന്നിൽ ഇനി 2 ചിത്രങ്ങൾ മാത്രമാണുള്ളത്. 12.4 കോടി നേടിയ എമ്പുരാനും 3 കോടി 80 ലക്ഷം നേടിയ മലൈക്കോട്ടെ വാലിബനുമാണ്. ബോക്സ് ഓഫീസിൽ റിലീസിന് മുന്നേ തന്നെ വൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ പ്രീസിയിലൂടെ മാത്രം ചിത്രം ആഗോളതലത്തിൽ 15 കോടി രൂപയിലേറെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ പ്രീ ബിസിനസ് റിലീസിന് മുന്നേ തന്നെ റെക്കോർഡ് തുകയായ 350 കോടി രൂപ കടന്നതായി റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ മാത്രം 2,80,000 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ ഇന്ത്യയിൽ 3,34,000 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. സിനിമയ്ക്ക് ചരിത്രപരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുമെന്നുള്ള സൂചന നൽകുകയാണ്. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.